വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ദൈവം ഒരു ദിവസം കൂടെ തന്നു, ഒരവസരം കൂടെ തന്നു. അവസരം വളരെ വിലയേറിയതാണ്. നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ പഠിക്കണം. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ എത്ര ക്ഷണികമാണ്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദപ്രദമായൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് നമ്മൾ വേഗം ഓടിക്കയറുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിച്ചത്? ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം സൃഷ്ടിതാവായ ദൈവം സൃഷ്ടികളായ നമ്മിലൂടെ തൻ്റെ മഹത്വം ആഗ്രഹിക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ കണ്ടത്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവം തന്നെ അരുളി ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. വളരെ വിശാലമായിട്ടൊരു ചിന്തയല്ല, വളരെ ലഘുവായിരിക്കുന്ന ഒരു ലളിത ചിന്ത ഞാൻ നിങ്ങളോട് ഇന്നലെ പങ്കുവച്ചു. ഇനി ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്ന് ഞാൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുക? അതിന് കർത്താവ് നമുക്ക് ഈ ലോകത്തിലായിരുന്നപ്പോൾ കാണിക്കുകയും പറയുകയും ചെയ്ത ഒരു ശബ്ദത്തെ തന്നെ അതിന് ആദ്യമായിട്ട് ആധാരമായി എടുക്കാം എന്നാഗ്രഹിക്കുക. കാരണം കർത്താവാണല്ലോ നമുക്ക് എല്ലാത്തിനും മാതൃക. അപ്പോൾ കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ, നമുക്കറിയാം കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിരിക്കുന്നത് മത്തായി 6-ാം അധ്യായവും ലൂക്കോസ് 11-ാം അധ്യായമൊക്കെ ആണെന്ന്. അല്ല, അത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. അത് ശിഷ്യന്മാർ ചെയ്യേണ്ട ഒരു രീതി മാത്രമാണ്. എന്നാൽ കർത്താവിൻ്റെ പ്രാർത്ഥന എന്നുള്ളത് യോഹന്നാൻ 17-ാം അധ്യായമാണ്. അപ്പോൾ ആ 17-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു വാക്യമാണ് ഈ ഇന്നത്തെ നമ്മൾ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നുള്ള ചിന്താഗതിക്ക് ആധാരം. അത് യോഹന്നാൻ 17-ാം അധ്യായം 4-ാം വാക്യമാണ്. ആ 4-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. നോക്കുക, അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമ്മൾക്ക് ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ വിളിച്ചറിയിക്കുന്നതാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അത് 3 തിരിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കല്ല പോകുന്നെങ്കിലും അതിനെ ടച്ച് ചെയ്തുകൊണ്ട് പറയുകയാണ്. അതിൻ്റെ 17-ന്റെ 1 മുതൽ 5 വരെയും കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക. 1 മുതൽ 5 വരെയുള്ള വാക്യം. എന്നാൽ അവിടെ കർത്താവ് എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നാഴിക വന്നിരിക്കുന്നു എന്നുള്ള പ്രയോഗമാണ്. നാഴിക എന്ന പ്രയോഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം 9 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നാഴിക എന്ന പ്രയോഗം ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ ആ വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ വാക്യം എടുത്ത് വായിക്കാൻ സമയമില്ല. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അതിൻ്റെ 30-ാം വാക്യം, 8-ന്റെ 20-ാം വാക്യം, 12-ന്റെ 23-ാം വാക്യം, അതിൻ്റെ 27-ാം വാക്യം, 13-ന്റെ 1-ാം വാക്യം, 16-ന്റെ 32-ാം വാക്യം, ഈ 17-ന്റെ 1-ാം വാക്യം. നിങ്ങൾക്ക് അത് ഇത്രയും സ്പീഡിൽ എഴുതിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളത് സ്ലോയിൽ വീണ്ടും എഴുതിയെടുക്കാൻ ശ്രമിക്കുക. കാരണം കൂടാതെ അവിടെ പിതാവ് എന്നുള്ള സംബോധന ഈ അധ്യായത്തിൽ മാത്രം 6 പ്രാവശ്യം കർത്താവ് ചെയ്യുന്നുണ്ട്. ഈ യോഹന്നാൻ 17-ാം അധ്യായത്തിൽ മാത്രം. അവിടെ അതിൽ 2 പ്രത്യേക സംബോധനം കൂടിയുണ്ട്. അപ്പോൾ 4 പ്രാവശ്യം പിതാവേ എന്നും 1 പ്രാവശ്യം പരിശുദ്ധ പിതാവേ എന്നും മറ്റൊരു പ്രാവശ്യം നീതിയുള്ള പിതാവേ എന്നുമാണ് വിളിക്കുന്നത്. അത് 17-ന്റെ 1, 5, 11, 21, 24, 25 ഈ വാക്യങ്ങളെല്ലാം പിതാവ് എന്നും, പിന്നെ 17-ന്റെ 11 പരിശുദ്ധ പിതാവ് എന്നും, 17-ന്റെ 25 നീതിയുള്ള പിതാവ് എന്നും വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 3 ഭാഗങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് തനിക്ക് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥന. അത് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം അതിൻ്റെ 17-ന്റെ 6 മുതൽ 19 വരെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിൻ്റെ 17-ന്റെ 20 മുതൽ 26 വരെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് യോഹന്നാന്റെ ആ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന ഇരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ ലഘുവായിട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം അവിടെ അല്ല. ഇവിടെ പിതാവിനെ പുത്രൻ എങ്ങനെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ്. പിതാവ് തന്ന ആ വേല താൻ തികച്ചും. അപ്പോൾ നമ്മളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ക്രിസ്തു എങ്ങനെ ഈ ലോകത്തായിരുന്നോ അങ്ങനെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 4:17 ബി പാർട്ടിൽ അവസാനം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ നമ്മളെയും ആക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല കർത്താവ് തന്നെ ഈ 17-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കുന്നു. നോക്കണേ, ഇത് ഇവിടെ കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. രണ്ടാമത് ഉയർത്തെഴുന്നതിന് ശേഷം യോഹന്നാൻ 20:21 വീണ്ടും കർത്താവ് ആവർത്തിക്കുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അനേക വിഷയങ്ങളുണ്ട്. നമ്മൾ ലോകക്കാരല്ല, ഞാൻ ലോകക്കാരനല്ലാത്ത പോലെ അവരും ലോകക്കാരല്ല. എന്നാൽ നമ്മളിപ്പോൾ ലോകത്തിലാണ്. അതുകൊണ്ട് ലോകക്കാരെ പോലെ നാം ആയിരിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വളരെയധികം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ കർത്താവിന് ലഭിച്ച ആ ശുശ്രൂഷ കർത്താവ് തികച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലഭിച്ച ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് ബോധം വേണ്ടേ? അതിനെക്കുറിച്ച് നമ്മൾ അറിയണ്ടേ? നിശ്ചയമായിട്ടും നമുക്കറിയാം, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, അല്ലേ? എല്ലാവരും ഗ്രേറ്റ് കമ്മീഷൻ എന്നൊക്കെ പറയും. പക്ഷേ ആ കമ്മീഷന് വളരെ ലഘുവായി കാണുന്ന ഒരു അനുഭവം ഇന്ന് അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ട്. അത് വളരെ തെറ്റാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളോട് പറയാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും മുഖ്യമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ ജാതികളെയും ശിഷ്യരാക്കണം. അതേ കാര്യം തന്നെ മർക്കോസ് 16-15-16 വാക്യങ്ങളും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തിലെ എല്ലായിടത്തും പോലെ സകല സൃഷ്ടിയോടും സുവിശേഷം പറയാനാണ് പറഞ്ഞത്. എന്നിട്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ നോക്കണം, അപ്പൊ ഇന്ന് ചിലർ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ ഞങ്ങൾ സ്നാനമേൽക്കുകയില്ല. നോക്കണം, നമ്മുടെ അകത്തെ വിശ്വാസത്തിന്റെ പുറത്തെ വെളിപ്പെടുത്തലാണ് സ്നാനം. ഒരു വിധത്തിൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ അവനോട് സ്നാനപ്പെടാൻ പറയേണ്ട ആ കാര്യമേ ഇല്ല. കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? സകല സത്യത്തിലും വഴി നടത്തുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി ഇത് ഉന്തിത്തള്ളി അല്ലെങ്കിൽ തല്ലി പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല. കൃത്യമായിട്ടും വീണ്ടും ജന്മാനുഭവമുള്ള ഒരു വ്യക്തി, അവന് സ്നാനത്തിന് വേണ്ടി അവന്റെ ഉള്ളിൽ ഒരു ദാഹം ഉണ്ടാവും. കാരണം അത് കർത്താവിന്റെ കൽപ്പനയാണ്. എന്നെ സ്നേഹിക്കുന്നവന്റെ കൽപ്പന പ്രമാണിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായും മാനസാന്തരവും രക്ഷയുടെ അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സാക്ഷ്യം നമ്മൾ സ്നാനജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുക. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. എന്നാൽ അതിനെ വളരെ വില കുറച്ച് കാണുന്ന അനേകരുണ്ട് ഇന്നത്തെ കാലത്ത്. നമ്മൾ ദൈവമക്കളെ കർത്താവ് പറയുന്നത്, ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ പോയി, മലയാളത്തിൽ ചെറിയ പരിഭാഷ പിശകുണ്ട്, ആദ്യം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരെയും ശിഷ്യരാക്കുക. അവർക്കാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുക്കേണ്ടത്. മർക്കോസിൽ വിശ്വസിക്കുക എന്ന് അറ്റ്ലീസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ശിഷ്യത്വത്തിന്റെ പടിയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ വളരെ ഗഹനമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ആദിമസഭയിൽ ജനങ്ങൾ ചെയ്തിരുന്നത്, ആരെങ്കിലും കണ്ടാൽ അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യരാക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക്
ബൈബിളിൽ നിന്നും ഞാൻ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഞാൻ വായിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവർ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു, പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. എന്നിട്ട് അതിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. കണ്ടോ, ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യരാക്കി. അവരെ ശിഷ്യരാക്കാനാണ് കർത്താവ് പഠിപ്പിച്ചേ. ഇന്ന് പലരും വിശ്വസിച്ചാൽ മതി, വിശ്വാസം മതി എന്നുള്ള രീതിയിൽ ശിഷ്യത്വത്തെ ലഘൂകരിച്ചു കൊണ്ട് പോകാറുണ്ട്. രക്ഷയ്ക്ക് വിശ്വാസം മതി, എന്നാൽ ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ഒന്നുകൂടെ കടന്നുള്ള ഒരു പടിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗഹനമായിട്ട് പഠിക്കണം. അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ശിഷ്യരാക്കുവാനായിട്ട്. കാരണം തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ അതേ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ വരുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, ആരാ പെരുകി വന്നേ? വിശ്വാസികളല്ല, ശിഷ്യന്മാർ പെരുകി വന്നു. അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, യെരുശലേമിൽ വചനം പരന്നു, ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. കണ്ടോ, ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകുന്നു. അപ്പോൾ ശിഷ്യരാക്കുവാനാണ് കർത്താവ് അയച്ചത്. മാത്രമല്ല, ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവൻ ശിഷ്യനാകുന്നുവെങ്കിലും കർത്താവ് തന്നെ, ഒരു ശിഷ്യൻ എപ്പോഴും അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എനിക്ക് ഗുരുവിനെ പോലെ ആയിത്തീരണമെന്നുള്ളതാണ്. എങ്ങനെയാകണം? ഗുരുവിനെ പോലെ ആകുക. നമ്മൾ കർത്താവിനെ പഠിപ്പിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യം, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അപ്പോൾ എന്താ പറയുന്നത്? ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. നോക്കുക, നമ്മൾ അതിനെ ഒന്നുകൂടെ വിശദമായിട്ട് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. കണ്ടോ, എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളെ പിൻപറ്റുന്നവനാ ശിഷ്യൻ. അതുകൊണ്ടാണ് കർത്താവും ഗുരുവുമായ കർത്താവ് നമുക്ക് എന്ത് ചെയ്തു? എല്ലാത്തിനും മാതൃക തന്നിട്ട് പോയി. നമ്മൾ ഗുരു കാണിച്ചതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം, യോഹന്നാൻ 4:34 വായിക്കുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ട്. കടന്നു വന്നാൽ സാക്ഷ്യം പറഞ്ഞ് കേൾപ്പിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള ആഹാരത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് വർണ്ണിച്ച് തീരാൻ കഴിയില്ല. അപ്പോൾ കർത്താവ് അങ്ങനെയുള്ള ആഹാരം എന്തുമാത്രം അനുഭവിച്ചെന്നറിയാമോ? എന്താ പറഞ്ഞേ? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരം. കണ്ടോ, എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? ആ മാധുര്യം നമ്മൾ എപ്പോഴും അനുഭവിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്നുകൊണ്ട് പിതാവിനെ എല്ലാ കാര്യങ്ങളിലും മഹത്വപ്പെടുത്തുക എന്നുള്ള ഏക ലക്ഷ്യമായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യനായ പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്യം വളരെ ഗഹനമാണ്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഫിലിപ്പിയർ 1:20 വാക്യമാണ് ഞാൻ വായിക്കാം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് മഹിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നോക്കുക,
കർത്താവിൻ്റെ മഹത്വമാണ് തൻ്റെ ജീവിത ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെ വായിക്കുമ്പോൾ, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളും എല്ലാവരോടും കൂടെ സന്തോഷിക്കും. നോക്കിയേ, എത്ര ആനന്ദത്തോടെയാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തിലുള്ള വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി തന്നെ യാഗമാക്കുവാനുള്ള സമർപ്പണം. എന്താ ലക്ഷ്യം? കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിയെ കണ്ടുകൊണ്ട് ഓടി അധ്വാനിക്കുന്ന ഒരു നല്ല ദൈവദാസൻ എത്ര അനുഗ്രഹിക്കപ്പെട്ട. വെറുതെയാണോ താൻ പറഞ്ഞത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിനെന്ന്? എത്ര വിലപ്പെട്ട കാര്യമാണ്. 1 കൊരിന്ത്യർ 11:1 നിങ്ങൾക്ക് ആ വാക്യമൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ദാസൻ എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യം നമുക്ക് സുപരിചിതമാണ്. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് നമ്മളെ സ്നേഹിച്ചെന്ന ഈ വാക്യം എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ 1 യോഹന്നാൻ 3:16 അറിയോ? അത് പലർക്കും അറിയത്തില്ല. നമ്മൾ വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത്. അവിടെ വായിക്കുന്നത്, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. കണ്ടോ? അപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ നൽകിയാണ് നമ്മളെ രക്ഷിച്ചേ. അങ്ങനെയാണെങ്കിൽ നമ്മളിലൂടെ മറ്റുള്ളവരും ഈ രക്ഷാനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടി വന്നാൽ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാണനും കൂടി വെച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്നാണ് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ, ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്തീയ ജീവിതം ഒരു കളിതമാശയല്ല. നമ്മൾ കളിക്കളത്തിലല്ല, നമ്മൾ യുദ്ധക്കളത്തിലാണ്. നമുക്ക് ഏത് സമയവും കർത്താവിന് വേണ്ടി നമ്മുടെ പ്രാണൻ കൊടുക്കേണ്ടി വന്നേക്കാം. നമ്മൾ ചിന്തിക്കണം. ഇതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ കാണണം. കർത്താവ് പൗലോസിനെ വിളിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, അനന്യാസിനെ വിളിച്ച് പൗലോസിന്റെ അടുക്കെ പോകാൻ പറഞ്ഞപ്പോൾ അനന്യാസ് കർത്താവിനെ പഠിപ്പിക്കുക. നോക്കണം, അനന്യാസിനെ വിളിച്ചപ്പോഴത്തേക്കും അനന്യാസ് കർത്താവെന്ന വിളി കേട്ടത്. കർത്താവെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ് കേൾക്കണ്ടേ? എന്നാൽ കർത്താവിനോട് പറയുക, കർത്താവ് ആ മനുഷ്യനെ കുറിച്ച് നിനക്കറിയാവോ? അയ്യോ, പുള്ളി ഡേഞ്ചറാകാ പറഞ്ഞേ, ഭയങ്കര ഭീകരനാകാം. കർത്താവ് പറഞ്ഞ, അനന്യാസേ നീ പോ, ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണല്ലോ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 9 അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. 15 മുതൽ. കർത്താവ് അവനോട് നീ പോവുക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. കണ്ടോ, ദൈവം തിരഞ്ഞെടുത്തൊരു പാത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള അറിവ് തന്നെ എത്ര വലിയ കാര്യമാണ്. അങ്ങനെ ഞാൻ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ കർത്താവ് ഉപയോഗിക്കുന്ന ജയാളികളുടെ ഒരു ലിസ്റ്റ് പറയുമ്പോഴത്തേക്കും നമ്മൾ വെളിപ്പാട് പുസ്തകം 17 അധ്യായം 14 വാക്യത്തിൽ വായിക്കുന്നതിനറിയോ, വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരും എന്നുള്ളൊരു കാര്യമുണ്ട്. അതിൻ്റെ ബി പാർട്ടാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെ ഉള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവനെ ജയിച്ചു. അപ്പോൾ ശത്രുവിന്മേൽ ജയം വരിക്കുന്ന ആ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. അവർ വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിശ്വസ്തരാണ്. അപ്പം നമുക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ 2 പത്രോസ് 1:10 പത്രോസ് നമ്മളോട് പറയുന്നുണ്ട്.
എന്നാൽ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയ ശേഷം നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ വിശ്വസ്തരായിരിക്കുക. എപ്പോൾ വരെ വിശ്വസ്തരായിരിക്കണം? കർത്താവ് പറഞ്ഞില്ലേ വെളിപ്പാട് 2:10 മരണപര്യന്തം വിശ്വസ്തരായിരിക്കണം. മരണപര്യന്തം വിശ്വസ്തനായി നമ്മൾ കർത്താവിനെ സേവിക്കണം. ഇവിടെ പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച വിളിയിൽ താൻ വളരെ വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. അതുകൊണ്ടല്ലേ താൻ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് എന്താ അറിയോ? വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. 20-ാം അധ്യായത്തിന്റെ 24 എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരു ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും നിയമിതരാണ്, അല്ലേ? നമ്മൾ 1 തെസ്സലോനിക്കർ 3:3 വായിക്കുന്നുണ്ട്, നാം കഷ്ടം അനുഭവിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു നിയമനമുണ്ട്. എങ്ങനെയായി കഷ്ടം ഉണ്ടാകുന്നേ? നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാവുമ്പോൾ. കർത്താവിൻ്റെ സാക്ഷിയാകാൻ പോകുന്ന ഒരു വ്യക്തിക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് മരണം മാത്രമാണ്. കാരണം ഈ ലോകത്തിന് കർത്താവിന് വേണ്ട. കർത്താവിനെ ത്യജിച്ച ലോകം നമ്മളെ കൈക്കൊള്ളുകയില്ല. അതുകൊണ്ടല്ലേ എബ്രായർ 11:38 പറയുന്നത് അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. ഈ ലോകം നമ്മൾ ഒരിക്കലും നമ്മളെ കൈക്കൊള്ളാൻ ഈ ലോകത്തിന് കഴിയില്ല. ഈ ലോകം നമ്മളെ പകയ്ക്കും. മത്തായി 10:16 കർത്താവ് പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സാരം എന്താ പറയുള്ളവരെ? നമുക്ക് ചുറ്റും നിൽക്കുന്ന ഈ ചെന്നായ്ക്കൾ സമയം കിട്ടിയാൽ നമ്മളെ കടിച്ചു കയറി കൊന്നുകളയും, നശിപ്പിക്കും. കൃപയാൽ നമ്മൾ നിലനിൽക്കുക, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പൗലോസിലേക്ക് പറയാനുള്ളത്, എനിക്ക് ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അത് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ എൻ്റെ പ്രാണനെ പ്രിയമായി കാണുന്നില്ല. കാരണം അത് പ്രാണൻ പോലും നഷ്ടപ്പെടുന്ന ഒരു അനുഭവമാണ്. നോക്കണം, അപ്പൊ ഈ ക്രിസ്തീയ ശുശ്രൂഷ എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ബർന്നബാസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും ഇതേ കാര്യം എടുത്തു പറയുന്ന ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അപ്പോൾ ഇരുവരെ കുറിച്ചും പറയുന്നത് അവർ യേശുവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരാകുന്നുവെന്നാണ്. നോക്കുക, ഒരു ചെറിയ കാര്യമാണോ? നമ്മുടെ ജീവിതത്തിൽ ജയാളികൾ എപ്പോഴും കർത്താവിന് വേണ്ടി മരിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം പ്രിയമുള്ളവർ. കാരണം വെളിപ്പാട് 12:11 അവസാനം പറയുന്നുണ്ട്, അവർ തങ്ങളുടെ പ്രാണനെ പ്രിയമായി കണ്ടില്ല. അവർക്ക് പ്രാണനൊരു വിഷയമല്ലായിരുന്നു. കർത്താവിന് വേണ്ടി ജ്വലിച്ചടങ്ങുവാനായിട്ടുള്ള ഒരു തീഷ്ണത, ഒരു എരിവ് അവർക്കുണ്ടായിരുന്നു. ദൈവമക്കളെ, ഇവിടെ നമുക്കറിയാം പൗലോസ്ലീഹ തന്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഈ ഓട്ടം നന്നായി ഓടുവാനായിട്ട് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കർത്താവിനെ കുറിച്ച് ഇന്നിപ്പോ പലരും ഈ കൂട്ടായ്മ വരുമ്പോഴത്തേക്കും ഭയങ്കര ധൈര്യശാലികളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങിയ ഒരാളോട് പോലും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കത്തില്ല. കാരണം അറിയാം, പറഞ്ഞു കഴിഞ്ഞാൽ അടിപൂതിരെ കിട്ടുന്നു. മനസ്സിലാകണം. നമ്മളൊരു ചിന്തിക്കണം, ആദിമ നൂറ്റാണ്ടില് എത്ര ലക്ഷം വിശുദ്ധന്മാരാണ് കർത്താവിന് വേണ്ടി തൻ്റെ രക്തസാക്ഷികളായി തീർന്നേ. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ദൈവമക്കളെ. ആ കർത്താവിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ കുടുംബവും അവരുടെ ജോലിയും അവർക്കുള്ള എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്നാൽ അവർക്ക് അവസാനം തൻ്റെ പ്രാണനും കൂടി കർത്താവിന് വേണ്ടി വെച്ചു കൊടുത്തു. ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു. നോക്കുക, അവരെ തീ കൊണ്ട് കത്തിച്ചു, പന്തങ്ങളാക്കി. ഈ നീറോ വീണ വായിച്ച് മദ്യപിച്ച് സുഖിച്ചെന്നൊക്കെയാ ചരിത്രം പറയുന്നത്. നമ്മൾ അതൊക്കെ വായിച്ചാൽ ചങ്ക് പൊട്ടിപ്പോവും പ്രിയമുള്ളവരെ. ജീവനോട് കുഴിച്ചിട്ടു. അവരെ തിളയ്ക്കുന്ന എണ്ണയിലിട്ടു. സിംഹത്തിന്റെ മുമ്പിലേക്കും വന്യമൃഗങ്ങളുടെ മുമ്പിലേക്കും വലിച്ചെറിഞ്ഞു. എത്രമാത്രം ഭയങ്കരമായ സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ നടന്നത്. നമുക്ക് ഇന്ന് കഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എടുക്കുമ്പോൾ അവിടെ പ്രതികൂലം ഉണ്ടാവും.
അവിടെ പ്രതിസന്ധി ഉണ്ടാകും. എന്നാൽ പലരും അവരുടെ അഭിമാനം, ദുരഭിമാനികളാണ്. അതുകൊണ്ട് മറ്റുള്ളവർ വല്ലതും പറഞ്ഞു എടാ മിണ്ടിപ്പോരെന്ന് പറഞ്ഞാൽ അയ്യോ ദേവോള് പിന്നെ ആ ദേശത്ത് കാണിയത്. എന്നാൽ കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞു എന്താ അറിയോ? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. ഇതൊക്കെ നമ്മൾ ഗഹനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിൻ്റെ 10-32-33 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റു പറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. എന്താ പ്രിയമുള്ളവരെ, ആ നാളിൽ ലജ്ജിക്കേണ്ടി വരുന്നൊരവസ്ഥ ഇതിനേക്കാളും ഭയങ്കരമായൊരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിലൊരു വാക്യമുണ്ട്. 8-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യം 38-ാം വാക്യം. വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. കണ്ടോ പ്രിയമുള്ളവരെ? അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ഓരോ ദിവസവും പരിശോധിക്കണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതിനുവേണ്ടി എന്നെ കർത്താവ് തിരഞ്ഞെടുത്തു, എന്നെ വിളിച്ചു, വേർപെടുത്തി, നിയമിച്ചു. ഞാൻ ഇന്ന് വിശ്വസ്തനാണോ? എനിക്ക് കർത്താവിനെ വിശ്വാസത്തോടെ സേവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നത്തെ ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഈ വിശേഷത്തിന്റെ സാക്ഷ്യം പറയാൻ എനിക്ക് കഴിഞ്ഞോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് എനിക്ക് ഭാരമുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കളിക്കളത്തിലല്ല, ഓട്ടക്കളത്തിലുമാണ്, യുദ്ധക്കളത്തിലുമാണ്. നമ്മൾ പൗലോസിയുടെ അവസാന തന്റെ ജീവിതത്തിലെ അന്ത്യത്തിൽ താൻ പറയുന്ന ആ പ്രസ്താവനകൾ എത്ര വിലപ്പെട്ടതാ. 2 തിമോത്തി 4-ാം അധ്യായം 7-8 വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കണ്ടോ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ദൈവമക്കളെ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് വാസ്തവമായിട്ടും ഈ ലോക ജീവിതത്തിൽ കർത്താവിനെ എനിക്ക് മഹത്വപ്പെടുത്താൻ കഴിഞ്ഞു, കർത്താവ് എനിക്ക് തന്ന ദൗത്യം ഞാൻ നിവർത്തിച്ചു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? ഇന്നാണ് നമ്മുടെ അന്ത്യ ദിവസമെങ്കിൽ നമ്മുടെ ജീവിതം ഒരു വിജയമായിരുന്നോ പരാജയമായിരുന്നോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ചും നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ദൗത്യമുണ്ട്. ഈ ദൗത്യ നിർവഹണത്തിൽ നിങ്ങൾ വിശ്വസ്തനാണോ? ഒരു കാര്യം എപ്പോഴും ഓർക്കണം, വിശ്വസ്തന്മാർ മാത്രമേ കർത്താവിനോടുകൂടെ വസിക്കൂ എന്ന് 101-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മാത്രമേ ഈ സന്തോഷത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന് മത്തായി 25-ന്റെ 21-ലും 23-ലും കർത്താവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ആ ദിവസം നല്ലവനും വിശ്വസ്തനായിട്ടുള്ള എൻ്റെ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന് നമ്മുടെ ആ നല്ല നാഥന്റെ വായിൽ നിന്നും നമുക്ക് കേൾക്കുവാനിടയാകുമോ? ഒരു സ്വയർശോധന ചെയ്യാം. നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ വിളിക്കപ്പെട്ടവനാണോ? കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ? കർത്താവ് എനിക്കൊരു നിയോഗം തന്നിട്ടുണ്ടോ? അതിൽ ഞാൻ വിശ്വസ്തനാണോ? നിശ്ചയമായും നിങ്ങൾ ചിന്തിക്കണം, ലഭിച്ച ഈ ഒരു ജീവിതം നഷ്ടമാക്കല്ലേ. ഈ ജീവിതത്തിൽ ഇവിടെ വെച്ച് നമ്മൾ ചെയ്തതിൻ്റെ എല്ലാം പ്രതിഫലം നമ്മൾ നിത്യത്തിലേക്ക് നമ്മൾ കൊയ്യാൻ പോകുകയാണ്. ഇവിടെ ഒരു വിധ മാത്രമാണ്. അതുകൊണ്ട് അവസരം വളരെ വിലപ്പെട്ടതാണ്. തക്കത്തിൽ ഉപയോഗിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.